സുധാകരൻ പിള്ള സൗദിയിലായിട്ട് 18 വർഷമായി. ഇതിനോടകം പല പ്രാവശ്യം നാട്ടിൽ വന്ന് മടങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് 3 വർഷമായി. അതിനൊരു കാരണമുണ്ട്. സുധാകരൻ പിള്ളയ്ക്ക് 2 മക്കളാണ്. മൂത്തത് മകളാണ്, അതിൻ്റെ ഇടയിലൊരു മകനാണ്. മൂത്ത മകൾക്ക് ഇപ്പോൾ 26 വയസ്സുണ്ട്. വീട്ടിൽ അല്പം ചുറ്റുപാടൊക്കെ ഈ സൗദിയിലായിരുന്ന സമയത്ത് സുധാകരൻ പിള്ള ഉണ്ടാക്കി. സാമാന്യം നല്ലൊരു വീട് വെച്ചു. ഇനിയും സുധാകരൻ പിള്ളയുടെ ആവശ്യം മകളുടെ വിവാഹം നടത്തണം. മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മകളുടെ പ്രായത്തിലുള്ള എല്ലാവരുടെയും വിവാഹം നടന്നു. എന്നാൽ മകളുടെ വിവാഹം നടക്കുവാൻ താമസം വന്നത് തക്കതാന്നൊരു വരനെ കിട്ടണം. തന്നെയല്ല, ഒരു വിവാഹം നടത്തണമെങ്കിൽ അതിന് അധികം ചിലവാണ്. അപ്പം അതിനുള്ള പണം ഉണ്ടാകണം. അതുകൊണ്ടാണ് 3 വർഷമായിട്ടും സുധാകരൻ പിള്ള നാട്ടിൽ വരാൻ താമസിച്ചത്. അപ്പം വീട്ടിൽ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, നല്ല വിവാഹങ്ങൾ ആലോചിച്ചു, എനിക്ക് ഇവിടുന്ന് അവധി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സൗദിയിലെ ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറാണ് സുധാകരൻ പിള്ള. സാമാന്യ ശമ്പളമുണ്ട്. പക്ഷേ അവിടുന്ന് അവധി എടുത്ത് പോരുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഒത്തിരി കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അറബിക്ക് എപ്പോഴും യാത്രയുണ്ട്. ആ യാത്ര പോകുന്നത് സുധാകരൻ പിള്ളയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു അവധി കിട്ടിപ്പോരുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും മകളുടെ വിവാഹത്തിന് ആവശ്യം പറഞ്ഞപ്പോൾ അറബി പറഞ്ഞു, ഒരു 15 ദിവസം കൊണ്ട് പോയി വരണം. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചാണ് സുധാകരൻ പിള്ള മകളുടെ വിവാഹത്തിന് നാട്ടിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചത്. ഭാര്യയോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു, വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കണം, എനിക്ക് ആകെപ്പാടെ 15 ദിവസത്തെ അവധിയേ ഉള്ളൂ. മകളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെയും ഒരു 5-6 ദിവസം കഴിയുമ്പോൾ എനിക്ക് മടങ്ങി പോരണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമീകരിച്ചോണം. പണം ഞാൻ സ്വരൂപിക്കുന്നുണ്ട്. മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണമല്ലോ. കാരണം താൻ സൗദിയിലാണ്, അല്ലെങ്കിൽ ഒരു ഗൾഫുകാരൻ എന്നുള്ളതായ ആ ഒരു പേരുമുണ്ട്. അപ്പോൾ ഒരു ഗൾഫുകാരൻ്റെ മകളെ വിവാഹം കഴിച്ച് വിടുമ്പോൾ അതിന് തക്കതാകുന്ന രീതിയിൽ കൂടെ വേണമല്ലോ വിവാഹം കഴിപ്പിച്ച് വിടാൻ. അതുകൊണ്ടൊക്കെയാണ് സുധാകരൻ പിള്ള 3 വർഷം നാട്ടിൽ വരാൻ മടിച്ചത്. ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് മടങ്ങി പോകുമ്പോഴേ എങ്ങനെയായാലും ഒരു 1.5-2 ലക്ഷം രൂപയിലും ആകും. ചിലവുകളും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം മകളുടെ വിവാഹത്തിന് വന്നെങ്കിലേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് സുധാകരൻ പിള്ള നാട്ടിലേക്ക് വരുവാൻ ഒരുങ്ങിയത്. സുധാകരൻ പിള്ള നാട്ടിൽ പോയിട്ട് 18 വർഷം, നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് 18 വർഷമായി. നാട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു സാഹചര്യം ഒത്തപ്പോഴാണ് അയാൾ ഗൾഫിലേക്ക് പോയത്. മകൾക്ക് വേണ്ടുന്നാവുന്ന ഡ്രസ്സുകളും ആഭരണങ്ങളൊക്കെ എടുത്തുകൊള്ളുവാൻ ഭാര്യയെ പറഞ്ഞേൽപ്പിച്ചു. അതിനുള്ള പണവും അയച്ചു കൊടുത്തു. അപ്പോൾ ഇനി നാട്ടിൽ ചെന്ന് മകളുടെ വിവാഹം നടത്തണം. അതാണ് മുഖ്യ പ്രശ്നം. വിവാഹം കഴിയുന്നതിൻ്റെ 4 ദിവസം കഴിയുമ്പോൾ തനിക്ക് മടങ്ങിപ്പോരണം. കാരണം അങ്ങനെ അവധി എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അറബിയുടെ വീട്ടിലെ പണി ചിലപ്പോൾ ഇല്ലാതായിരിക്കും. കാരണം സാമാന്യം നല്ല രീതിയിലുള്ളതാകുന്ന ഒരു ജോലിയായിരുന്നു അത്. വലിയ അലച്ചിലൊന്നുമില്ലെങ്കിലും ഇല്ലാതെ ഉള്ള ഒരു ജോലിയായിരുന്നു. തന്നെയല്ല, ആ അറബിക്കും സുധാകരൻ പിള്ളയോട് വളരെ സ്നേഹവും താല്പര്യവുമായിരുന്നു. മകളുടെ വിവാഹത്തിന് വേണ്ടി അറബി ചില സഹായങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് മകളുടെ വിവാഹം നടത്തുവാനും സുധാകരൻ പിള്ള ഒരുങ്ങിയത്. ഭാര്യയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞേൽപ്പിച്ചു. സ്വർണ്ണങ്ങളെടുത്തോ, വസ്ത്രങ്ങളെടുത്തോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തോ. സദ്യയ്ക്കുള്ള കാര്യങ്ങളൊക്കെയും വേണ്ടപ്പെട്ടവരെ വിളിച്ച് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഞാൻ സമയമാകുമ്പോൾ ഞാൻ അവിടെ വരും. വിവാഹത്തിന് 3 ദിവസം മുമ്പ് ഞാൻ അവിടെ വരും. എല്ലാ കാര്യങ്ങളും നീ തന്നെ അത് വേണ്ടുന്നതായ രീതിയിൽ കൂടി നടത്തിക്കൂ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഭാര്യയെ വിളിച്ച് പറഞ്ഞ് സുധാകരൻ പിള്ള എല്ലാത്തിനും ഒരു തീരുമാനമായി. അങ്ങനെ സുധാകരൻ പിള്ള നാട്ടിലേക്ക് വരുവാൻ വേണ്ടി ഉള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു. ഇനിയും 2 ദിവസം കഴിയുമ്പോൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. അതിനാണ് സുധാകരൻ പിള്ള കാത്തിരിക്കുന്നത്. അപ്പം അവിടുന്ന് സൗദിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പ്ലെയിനുണ്ട്. അവിടെ വന്നിറങ്ങിയിട്ട് അവിടുന്ന്
നാട്ടിലെ നിന്ന് വാഹനം വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ സുധാകരൻപിള്ള പറഞ്ഞു, വേണ്ട, ഞാൻ അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ മടങ്ങി വന്നോളാം, വീട്ടിൽ തിരിച്ചെത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാറ് പിടിച്ചായാലും ഞാനങ്ങ് വന്നോളാം, നീ അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ സുധാകരൻപിള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുവാൻ ഉള്ള ഒരുക്കത്തോടെ സുധാകരൻപിള്ള അന്ന് രാവിലെ സൗദിയിൽ നിന്ന് യാത്ര തിരിച്ചു. വൈകിട്ട് ഏതാണ്ടൊരു 7 മണിയായപ്പോൾ സുധാകരൻപിള്ള നെടുമ്പാശ്ശേരിയിൽ വന്നു. അവിടുന്ന് വന്നൊരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ആ യാത്രയിൽ സുധാകരൻപിള്ള പല മനക്കണക്കുകളും കൂട്ടി മകളുടെ വിവാഹം ഭംഗിയായി നടത്തണം, മകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നല്ല ഭംഗിയായി നടത്തണം, ഒന്നിനൊരു കുറവ് വരുതരുത് അങ്ങനെയുള്ള ചിന്തകളൊക്കെയായിരുന്നു സുധാകരൻപിള്ളയുടെ ചിന്തയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വാഹനം ഓടിച്ചിരുന്ന ആ മനുഷ്യന് സുധാകരൻപിള്ളയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ വന്ന വഴിക്ക് എതിരെ വന്ന ഒരു ടിപ്പർ ലോറിയുമായിട്ട് ആ കാർ ഇടിച്ചു. ആ ഇടിയുടെ ആഘാതത്താൽ ഭയങ്കര ഒരു ശബ്ദമുണ്ടായി. നാട്ടുകാരെ എല്ലാവരും ഓടിക്കൂടിയപ്പോൾ കാറിനകത്ത് 2 പേര് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ആ ഒരു ജീവിതം, ആ മകളുടെ വിവാഹം നടക്കാതെ ആ ജീവിതം അവിടെ പൊരിഞ്ഞു.